ചന്ദ്രനിലും ബഹിരാകാശത്തും ഉൾപ്പെടെ സ്ഥലം വാങ്ങിയവർ ഇന്ന് നിരവധിയാണ്. എപ്പോഴെങ്കിലും അവിടെ പോയി സ്വന്തം സ്ഥലം ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ഒരു ഉറപ്പുമില്ലെങ്കിലും പ്രശസ്തി ആഗ്രഹിക്കുന്നവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നതാണല്ലോ നാട്ടുനടപ്പ്. എന്നാൽ ഇവിടെ ചിലർ ഒരു പടി കൂടി കടന്നിരിക്കുകയാണ്. സ്വർഗത്തിൽ തുച്ഛമായ പണം നൽകി സ്ഥലം സ്വന്തമാക്കാനായി വിശ്വാസികളെ ക്ഷണിക്കുകയാണ് ഒരു ക്രിസ്ത്യൻ സഭ. മെക്സിക്കോയിലാണ് സംഭവം. ഇഗ്ലേഷ്യ ഡെൽ ഫൈനൽ ഡി ലോസ് ടൈംപോസ് എന്ന ക്രിസ്ത്യൻ സഭയാണ് തുച്ഛമായ തുകയ്ക്ക് സ്വർഗത്തിൽ സ്ഥലം സ്വന്തമാക്കാമെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയത്. ചർച്ച് ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ് എന്നറിയപ്പെടുന്ന സഭയാണ് ഇഗ്ലേഷ്യ ഡെൽ ഫൈനസ് ഡി ലോസ് ടൈംപോസ്. ആൻഡ്രഡ് ഡീല ബാര സാഞ്ചസ് എന്ന പ്രവാചകന്റെ സഭയാണിത്. സഭയുടെ ഒരു പാസ്റ്റർ 2017 ദൈവവുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണത്രേ സ്വർഗത്തിൽ വസ്തു വാങ്ങാനുള്ള ഔദ്യോഗിക ഏജൻസിയായി ഇഗ്ലേഷ്യ ഡെൽ ഫൈനൽ ഡീലോസ് ടൈംപോസ് സഭയെ തെരഞ്ഞെടുത്തതത്രേ. സ്വർഗഭൂമി മനുഷ്യന് വിൽക്കാനുള്ള ദൈവിക അംഗീകാരം ലഭിച്ചുവെന്നാണ് സഭ അവകാശപ്പെടുന്നത്. ചതുരശ്ര മീറ്ററിന് $100 കൊടുത്ത സ്വർഗത്തിൽ മനുഷ്യന് ഭൂമി സുരക്ഷിതമാക്കാമെന്നാണ് സഭയുടെ വാഗ്ദാനം. അതായത് ഏകദേശം 8335 ഇന്ത്യൻ രൂപയുണ്ടെങ്കിൽ സ്വർഗത്തിൽ 1 ചതുരശ്ര മീറ്റർ സ്ഥലം സ്വന്തമായി നൽകാമെന്നാണ് സഭയുടെ വാഗ്ദാനം. തീർന്നില്ല, ദൈവത്തിന്റെ കൊട്ടാരത്തിനടുത്തുള്ള പ്രധാന സ്ഥലങ്ങളും സ്വർഗത്തിൽ ഏറ്റവും സുരക്ഷിതവും ഉറപ്പുമുള്ള സ്ഥലവും പാസ്റ്റർ ഭൂമിയിലെ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നു. പണം നോട്ടായിട്ട് തന്നെ നൽകണമെന്നില്ലെന്നും സഭ വ്യക്തമാക്കുന്നുണ്ട്. പേപ്പാൽ, ഗൂഗിൾ പേ, വിസ, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ ഫ്ലെക്സിബിൾ പേയ്മെന്റ് പ്ലാനുകളും സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ഥലവിൽപ്പന സാധൂകരിക്കുന്നതിനായി മേഘങ്ങൾക്കിടയിലുള്ള വിശുദ്ധ ഭവനത്തിന്റെ ചിത്രങ്ങളും ഓൺലൈനുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. ഇത്തരമൊരു വീഡിയോയിൽ 4 സന്തുഷ്ട കുടുംബത്തോടൊപ്പം സ്വർണ്ണകിരണങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ആഡംബര മാളികയെ ചിത്രീകരിക്കുന്നു. 2017 മുതൽ സ്വർഗത്തിലെ സ്ഥലവിൽപ്പനയിലൂടെ മാത്രം സഭ ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചതായി വീഡിയോയിൽ പരാമർശിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്നാണ് സഭയുടെ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് പലതരം തട്ടിപ്പുകൾ നടക്കാറുണ്ടെങ്കിലും എല്ലാ കാലവും വളരെ കൂടുതൽ ആളുകൾ ഇരയാകാറുള്ളത് ആത്മീയ തട്ടിപ്പിനാണ് എന്നത് ഊട്ടിയുറപ്പിക്കുകയാണ് ഈ സംഭവം. തമാശ പരിപാടികൾക്കായി ആരംഭിച്ച ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ ആദ്യം പങ്കുവയ്ക്കപ്പെട്ടത്. അവിടെ നിന്നും വീഡിയോ മറ്റു സമൂഹ മാധ്യമങ്ങളിലേക്ക് വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയായിരുന്നു. വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു എക്സ് ഉപയോക്താവ് എഴുതിയത്, എനിക്ക് $100 വായ്പ തരാൻ ആർക്കാണ് കഴിയുക? എൻ്റെ സ്വർഗീയ വായ്പ സുരക്ഷിതമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. നൈജീരിയയ്ക്ക് ഭ്രാന്താണെന്ന് ഞാൻ കരുതി, മെക്സിക്കോ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നതായിരുന്നു മറ്റൊരു കുറിപ്പ്. നൂറ്റാണ്ടിൻ്റെ തമാശ എന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത്. ഇത് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് അഴിമതിയായിരിക്കും എന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ എഴുതിയത്. അതേസമയം ഡൗൺ പേയ്മെന്റിനെക്കുറിച്ച് അന്വേഷിച്ചവരും കുറവല്ല. അവർ മെറ്റാവേഴ്സ് നിർമ്മിക്കുകയാണ് എന്നതായിരുന്നു മറ്റൊരു കുറിപ്പ്. ഇത്തരം വ്യാജ ദൈവമനുഷ്യർ അവരുടെ നുണകൾ എങ്ങനെ ഇങ്ങനെ വിജയകരമായി വിൽക്കുന്നത് എന്നതായിരുന്നു ഒരു കാഴ്ചക്കാരൻ്റെ സംശയം. കുറച്ചുനാൾ മുമ്പ് US-ൽ നിന്നും സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് ഒരു കാഴ്ചക്കാരൻ എഴുതി. ക്രിപ്റ്റോ കറൻസി വിൽക്കാൻ ദൈവം തന്നോട് നിർദ്ദേശിച്ചുവെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ US-ലെ ഒരു പാസ്റ്റർ ഇന്ന് കോടതിയിൽ തീരാത്ത കേസുമായി നടക്കുകയാണെന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. 2022 ജൂണിലാണ് പാസ്റ്റർ എലീജിയോ റെഗലാഡോയും ഭാര്യ ക്രെയ്റ്റിലിനും ക്രിപ്റ്റോ കറൻസി വിൽക്കാൻ ദൈവം നിർദ്ദേശിച്ചു എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയത്. ക്രിപ്റ്റോ കറൻസിയിൽ യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ഇവർ 2023 ഏപ്രിൽ വരെയുള്ള സമയത്തിനിടെ 300-ലധികം നിക്ഷേപകരിൽ നിന്ന് ഏകദേശം $3.2 ദശലക്ഷം ഡോളറാണ്, അതായത് 26,67,36,000 രൂപ സമാഹരിച്ചത്. പക്ഷേ ഇങ്ങനെ ലഭിച്ച പണം ദമ്പതികൾ തങ്ങളുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് കേസ്. എന്നാൽ പാസ്റ്റർ എലീജിയോ റെഗലാഡോ ഇപ്പോഴും പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം അത്ഭുതം ചെയ്യുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ്. അതേസമയം നിക്ഷേപിച്ച ആർക്കും ഇതുവരെയും പണം തിരികെ ലഭിച്ചിട്ടില്ല.